കാശ്മീർ സീരീസിൻ്റെ അവസാന ദിവസമായ ഇന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗുൽമർഗിലേക്കാണ്. ഈ ഒരു ദിവസത്തിനായി കട്ട വെയിറ്റിങ്ങിലായിരുന്നു ഞങ്ങൾ. ഏഷ്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗൊണ്ടോള റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഞങ്ങളീ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യയിൽ മാത്രമല്ല കേട്ടോ, ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും ഉയരത്തിൽ സഞ്ചരിക്കുന്ന കേബിൾ കാർ ആണ് ഇത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു. ശ്രീനഗറിൽ നിന്നും ഈ ഗുൽമർഗിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് പൈൻമരങ്ങൾക്കിടയിലൂടെയുള്ള യാത്രയായിരുന്നു. അങ്ങനെ പൈൻമരങ്ങളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഗൊണ്ടോള സ്റ്റേഷനിലെത്തിയേ. ഓൾറെഡി ടിക്കറ്റ് ഓൺലൈനിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ കേബിൾ കാർ ഈ കാണുന്നത്. ഇത് ഫസ്റ്റ് ഫേസിലേക്ക് 2 ഫേസാണുള്ളത്. അതിൽ ഫസ്റ്റ് ഫേസിലേക്ക് പോകുന്നതാണ് ഈ ഗ്രീൻ കളറിലുള്ള കേബിൾ കാർ. ഞങ്ങൾ 3 പേരും ഫുൾ ത്രില്ലിലായിരുന്നു. കേബിൾ കാറിലേക്ക് കയറി കണ്ട നമ്മൾ 3 പേരുടെയും ഫേസിൽ യോയോ ഒക്കെ വെച്ച് ഭയങ്കര ഹാപ്പിയായിരുന്നു. ത്രില്ല, എക്സൈറ്റ്മെൻറ്റാ, മൊത്തത്തിലൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആയിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. ഞങ്ങൾ ആ കേബിൾ കാർ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കലാണ്. ഫസ്റ്റ് ഫേസിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് കൊണ്ടൂരി എന്ന് പറയുന്ന ഒരു മൗണ്ടെയിൻ പീക്കിലാണ്. ആക്ച്വലി ഇത് ഗുൽമർഗ് എന്ന് പറയുന്ന പ്ലേസ് തന്നെ സമുദ്രനിരപ്പിൽ നിന്നും 8690 ഹൈറ്റിലാണുള്ളത്. അപ്പം നമ്മളിപ്പം ഇവിടുന്ന് ഫസ്റ്റ് ഫേസിലേക്ക് പോകുന്നത് ഒരു 9-10 മിനിറ്റ് എടുക്കും അവിടെ കൊണ്ടൂരി മലമുകളിലെത്താൻ. അത് 10,000 അടി ഉയരത്തിലാണ് വരിക സമുദ്രനിരപ്പിൽ നിന്നും. അതുപോലെ തന്നെ 13,000 അടി ഹൈറ്റിലാണ് സെക്കൻഡ് ഫേസ് ഉള്ളത്. കേബിൾ കാർ ഹൈറ്റിലേക്ക് ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുമ്പം ആദ്യം ഒരു ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അത് ഓക്കെ ആയി. നോക്കിയ വീണ്ടും ആട്ടിൻകൂട്ടങ്ങൾ. അന്ന് 0 പോയിന്റിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഇതേപോലെ കുറേ ആട്ടിൻകൂട്ടങ്ങൾ. അതേപോലെ ഇവിടെയും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഹൈറ്റിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഫേസിലെത്തിയേ. ഇത്രയും പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഇതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടാകുമ്പോണ്ടല്ലോ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അത്രയും ഭയങ്കരമായൊരു സന്തോഷമായിരിക്കും. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് പറയാൻ അങ്ങനെ പറ്റൂല. അത് അനുഭവിച്ച് തന്നെ അറിയണം. നോക്കി എന്തൊരു ഭംഗിയാണ് അതൊക്കെ കാണാൻ. ഇത് സെക്കൻഡ് ഫേസിലേക്ക് പോകുന്ന കേബിൾ കാറാണ്. സെക്കൻഡ് ഫേസിലേക്ക് റെഡ് കളറാണ്. ഏകദേശം ഒരു 1 അവറിനടുത്ത് തന്നെ ഞങ്ങൾ ഇവിടെ ചിലവഴിച്ചിട്ടുണ്ടാവും. ഇവിടുന്ന് പോകാൻ തോന്നുന്നേ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഫേസിലേക്കുള്ള യാത്രയുടെ വൈബ് ആയിരുന്നില്ലേ സെക്കൻഡ് ഫേസിലേക്കുള്ള യാത്രയുടെ വൈബ്. അത് എൻ്റർലി ഡിഫറൻ്റ് ആയിരുന്നു. ഇത് കൂടുതൽ ഹൈറ്റിലേക്ക്, നമ്മൾ ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിൽ കുറേ പേടിയൊക്കെ ഉണ്ടാവും ചെറുതായിട്ട്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏകദേശം കുത്തനെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ല തണുപ്പും. ധ്യാൻ എന്നെ പറ്റിയിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത്. ഷട്ടർ കാറിൽ നിന്ന് എടുക്കാൻ വിട്ടുപോയി ഞങ്ങൾ. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഫേസിലെത്തിയപ്പോൾ തണുത്ത് വിറച്ച് ഒരു പരുവായിപ്പോയി. അവിടെ ജസ്റ്റ് ഇറങ്ങി ഒരു 15-20 മിനിറ്റ്സ് നിന്നിട്ടുണ്ടാവും. ധ്യാൻ പുറത്തേക്ക് ഇറങ്ങിയേ ഇല്ല. അവൻ അവിടെ ഒരു റൂമിൽ തന്നെ ഇരുന്നു. അവൻ തണുത്ത് വറക്കുന്നത് കണ്ടിട്ട് ഒരു ചേച്ചി അവന് സ്വെറ്ററൊക്കെ കൊടുത്തു. ആ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് അവൻ അവിടെ തണുത്ത് വരച്ചിരുന്നു. ഞാനും ശ്രീയും കൂടെ പുറത്തേക്ക് ഇറങ്ങി അവിടെയൊക്കെ കുറച്ച് സമയം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. ഐസുള്ള ഭാഗത്തേക്കൊന്നും ഞങ്ങൾക്ക് എത്തി നോക്കാൻ പോലും പറ്റിയില്ല. അവിടെയൊക്കെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ പട്ടി ചന്തക്ക് പോയതുപോലെ ഞങ്ങൾ തിരിച്ചു വന്നു. ഞങ്ങളുടെ കാശ്മീർ സീരീസ് ഇവിടെ അവസാനിച്ചു. ഇനി നാളെ ഏർലി മോർണിംഗ് ഞങ്ങളുടെ യാത്ര ദേവഭൂമിയായ ഉത്തരാഖണ്ഡിലേക്ക്.